തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ അംഗീകരിച്ചത് 1,54,547 പത്രികകളാണ്. 2,479 പത്രികകൾ തള്ളുകയും ചെയ്തു. നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിവരെയാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയം. പോസ്റ്റൽ ബാലറ്റ് വിതരണം ബുധനാഴ്ച മുതൽ ആരംഭിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഷബീദ് റാവുത്തർ കൂടുതൽ വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഷബീദ്, വിവരങ്ങൾ. ഷബീദെ, മഴ എങ്ങനെ? മഴ തകർക്കുകയാണോ എന്ന് ആളുകൾ ചോദിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത്. നിലവിൽ നമ്മുടെ ഒരു തിരുവനന്തപുരത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് ഇപ്പോഴൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു 7:30 മഴയൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അതിനു മുൻപ് തിരുവനന്തപുരം നഗരത്തിലാകെ കാര്യമായ മഴയുണ്ടായിരുന്നു. മലയോര മേഖലയിലും കാര്യമായ മഴയുണ്ട്. പ്രത്യേകിച്ച് ഈ നെടുമങ്ങാട്, കാട്ടാക്കട, കുറ്റിച്ചൽ ഭാഗത്തൊക്കെ കനത്ത മഴയുണ്ടെന്ന് നമ്മുടെ പ്രാദേശിക ലേഖകർ വാർത്ത തന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് 1 മണിക്കൂറായി റൂറൽ മേഖലയിലും അരമണിക്കൂറായി തിരുവനന്തപുരം നഗരത്തിലും മഴയ്ക്കൊരു ശമനമുണ്ട്. ഈ വെള്ളക്കെട്ടുകളൊന്നും കാര്യമായിട്ടില്ല. അത് നമുക്ക് ഇങ്ങോട്ട് വരുന്ന വഴിക്കൊക്കെ നമുക്കത് കാണാനും സാധിക്കും. കാര്യമായ പ്രശ്നങ്ങളില്ല. ഇനി വാർത്തയിലേക്ക് വന്നാൽ ഏറ്റവും ഒടുവിൽ നമ്മുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിൽ നിന്ന് വരുന്ന കണക്ക് പ്രകാരം നമുക്കറിയാം നാളെ വൈകിട്ട് 3 മണി വരെയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. ഇതുവരെ അംഗീകരിച്ചിട്ടുള്ള അപേക്ഷകൾ നാമനിർദ്ദേശ പത്രികകളുടെ എണ്ണം അത് 1,54,457 അതിൽ തന്നെ 75,524 പുരുഷന്മാരും 82,020 സ്ത്രീകളും എന്നുള്ളതാണ് കണക്കുകൾ. മാത്രവുമല്ല, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്താകെ സ്വീകരിച്ച സ്ഥാനാർത്ഥികളുടെ പത്രികകളുടെ എണ്ണവും ഇപ്പോൾ വന്നിട്ടുണ്ട്. 1,07,212 സ്ഥാനാർത്ഥികളുടെ, അതായത് 1,07,211 സ്ഥാനാർത്ഥികളുടെ പത്രികകൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ തന്നെ 50,709 പുരുഷന്മാരുടെയും 56,501 സ്ത്രീകളുടെയും പത്രികകൾ സ്വീകരിച്ചു എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്കുകൾ വ്യക്തമാക്കുന്ന കാര്യം. തള്ളിയത് 2,479 പത്രികകളാണ്. നാളെ വൈകിട്ട് 3 മണിയോടുകൂടി നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിക്കുകയാണ്. അതിനുശേഷം 7 മണിയോടുകൂടി നമുക്കറിയാം എവിടൊക്കെ വിമതശല്യമുണ്ട്, എവിടൊക്കെ മുന്നണികൾക്ക് തലവേദനയാകുന്ന കാര്യങ്ങൾ ഉണ്ടാകും എന്നൊക്കെയുള്ള വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതേസമയം ഈ പോസ്റ്റൽ ബാലറ്റ് വിതരണത്തിന്റെ വിവരങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പോസ്റ്റൽ ബാലറ്റ് വിതരണം 26-ന് തുടങ്ങും എന്നുള്ളതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്ന വിവരം. മാത്രമല്ല, അത് യഥാക്രമം അംഗീകരിച്ചിരിക്കുന്ന ആളുകൾക്ക് മാത്രമായിരിക്കും ഉണ്ടാവുക. പോളിംഗ് സ്റ്റേഷനിൽ പോളിംഗ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെടുന്നവർ, പോളിംഗ് ദിവസം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ, സുരക്ഷ ഒരുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, ഇവർക്കൊക്കെയാണ് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പോസ്റ്റൽ ബാലറ്റ് സൗകര്യമുള്ളത്. അവർ ആ രീതിയിൽ തന്നെ 26-ന് അത് വിതരണം ചെയ്തു തുടങ്ങും. മറ്റ് പരിശീലനം അടക്കമുള്ള കാര്യങ്ങൾ അത് 28-ന് മുൻപ് പൂർത്തിയാക്കണം എന്നുള്ള കാര്യവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നത്തെ വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.